ഒരുപാട് വർഷങ്ങളായിട്ട് മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ് ചിട്ടി ഫണ്ട്. കുറി എന്ന പേരിലും ഇത് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നുണ്ട്. ഈ ചിട്ടി ഫണ്ട് വളരെ മികച്ച ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ് എന്നാണ് ഒരു വലിയ വിഭാഗം ആളുകളുടെയും വിശ്വാസം. ചിട്ടിയിലൂടെ നേട്ടമുണ്ടാക്കിയ കഥകൾ, അനുഭവങ്ങളൊക്കെ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇതിന് വിപരീതമായിട്ടുള്ള ചില ചർച്ചകൾ ഉയർന്നു വരികയുണ്ടായി. ചിട്ടികൾ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആണ്. ചിട്ടികൾ വളരെ വലിയ നേട്ടമൊന്നും തരുന്നില്ല. വളരെ കുറഞ്ഞ നേട്ടം മാത്രമേ ചിട്ടികൾ കൊടുക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല, ആ കാര്യം ആളുകൾ പലപ്പോഴും മനസ്സിലാക്കുന്നുമില്ല. അതുപോലെ തന്നെ ചിട്ടിയിൽ ചേരുന്നത് വെറും മണ്ടത്തരമാണ്. ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ പല ഇടങ്ങളിൽ നിന്നും ഉണ്ടായി. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? ചിട്ടി എന്ന് പറയുന്നത് നടത്തിപ്പുകാർക്ക് മാത്രം നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആണോ? ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായി, ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ചിട്ടി എന്താണ്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നീ കാര്യങ്ങൾ വ്യക്തമായി അറിയില്ലാത്ത ആളാണ് താങ്കളെങ്കിൽ മടിക്കേണ്ട. താങ്കൾക്കുള്ള വീഡിയോ ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. ഏതൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റിനെയും നമ്മൾ വിലയിരുത്തേണ്ടത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 1 അതിൻ്റെ സേഫ്റ്റിയാണ്, 2 അതിൻ്റെ ലിക്വിഡിറ്റി, 3 ലഭിച്ചേക്കാവുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന റിട്ടേൺ. നമുക്ക് ചിട്ടിയെ ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ കാര്യം സേഫ്റ്റിയാണ്. ചിട്ടികൾ എത്രത്തോളം സുരക്ഷിതമാണ്? ചിട്ടിയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാണോ അതോ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ ചിട്ടി എവിടെയാണ്, ഏത് സ്ഥാപനത്തിലാണ് എന്നതിനെ ആശ്രയിച്ചാണ്. ഇപ്പോൾ KSFE പോലെയുള്ള ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിലെ ചിട്ടിയിലാണ് താങ്കൾ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എങ്കിൽ ഉറപ്പാണ് താങ്കളുടെ പണം 100% സുരക്ഷിതമാണ്. പ്രൈവറ്റ് സെക്ടറിലും മികച്ച റെപ്യൂട്ടേഷനുള്ള, നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, 100% വിശ്വസിക്കാവുന്ന ചിട്ടികൾ ഉണ്ട് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. എങ്കിൽ പോലും സ്വകാര്യ ചിട്ടികളും, അതായത് രജിസ്റ്റേർഡ് അല്ലാത്ത സ്വകാര്യ ചിട്ടികളും വ്യക്തികൾ നടത്തുന്ന ചിട്ടികളിലുമൊക്കെ പണം നിക്ഷേപിക്കുന്നത് അത്രത്തോളം സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം ലിക്വിഡിറ്റിയാണ്. നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന പണം എപ്പോൾ വേണമെങ്കിലും വലിയ നഷ്ടങ്ങളൊന്നും കൂടാതെ തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാം. ഇങ്ങനെ നോക്കുമ്പോൾ ചിട്ടികളുടെ കേസിൽ ലിക്വിഡിറ്റി വളരെ കുറവാണ്. സപ്പോസ് 40 മാസം കാലാവധിയുള്ള ഒരു ചിട്ടി. ഈ ചിട്ടിയിൽ 40 അംഗങ്ങളാണ് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുക. 1ാമത്തെ മാസം ഇതിൽ ഒരാൾക്ക് മാത്രമേ പണം കിട്ടുകയുള്ളൂ. പണം വേണം എന്നാഗ്രഹിക്കുന്ന അത്യാവശ്യക്കാരായിട്ടുള്ള 10 പേര് ഉണ്ടെന്ന് വിചാരിക്കുക. 10 പേർക്കും പണം കിട്ടും. 1ാമത്തെ മാസം കിട്ടില്ല, ഒരാൾക്ക് മാത്രമേ കിട്ടൂ. ഇനി 2ാമത്തെ മാസമോ, അവിടെയും ഒരാൾക്ക് മാത്രമേ കിട്ടൂ. ഈ 40 ആളുകളിൽ ഒരാൾക്ക് 40ാമത്തെ മാസം മാത്രമേ പണം കിട്ടുകയുള്ളൂ, മറ്റൊരാൾക്ക് 39ാമത്തെ മാസമേ പണം കിട്ടുകയുള്ളൂ, മറ്റൊരാൾക്ക് 38ാമത്തെ മാസമേ ഉറപ്പായിട്ടും പണം കിട്ടുകയുള്ളൂ. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് പണം കിട്ടുക എന്നത് അല്പം ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങനെ കിട്ടണമെങ്കിൽ തന്നെ വളരെ വലിയ മാർജിനിൽ ലേലം വിളിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. ചിട്ടികൾക്ക് ലിക്വിഡിറ്റി കുറവാണ്. ഇനി നമ്മൾ നോക്കുന്നത് റിട്ടേൺ എങ്ങനെയാണ് എന്നാണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആദായം. യഥാർത്ഥത്തിൽ ചിട്ടിയിൽ നിന്ന് നിക്ഷേപകർക്ക് ലഭിക്കുന്ന അടിസ്ഥാനപരമായ റിട്ടേൺ എന്ന് പറയുന്നത് വീതപ്പലിശ അഥവാ ഡിവിഡൻഡ് ആണ്. ഇത് ചിട്ടിയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരേപോലെ തന്നെയാണ് ലഭിക്കുക. 1ാം മാസം ചിട്ടി കിട്ടിയ ആൾക്കും 40ാം മാസം ചിട്ടി കിട്ടിയ ആൾക്കും വീതപ്പലിശ എന്ന ഡിവിഡൻഡ് ഒരേപോലെ ആയിരിക്കും. ഒരു ചിട്ടിയിൽ നിന്ന് എത്രത്തോളം വീതപ്പലിശ കിട്ടും എന്ന കാര്യം ഒരിക്കലും ആർക്കും മുൻകൂട്ടി പറയാൻ വേണ്ടി സാധിക്കില്ല, ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഓരോ മാസവും ചിട്ടി നറുക്കിൽ അല്ലെങ്കിൽ ലേലത്തിൽ പോകുന്നത് എത്രത്തോളം മാർജിനിലാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഈ വീതപ്പലിശ രൂപപ്പെടുക. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പരിശോധിക്കുകയാണ് എങ്കിൽ പലപ്പോഴും പല ചിട്ടികളും ചെറിയ മാർജിനിൽ നറുക്കിൽ അല്ലെങ്കിൽ ലേലത്തിൽ പോകുന്നതായിട്ട് കാണുന്നു.
കാണുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞ മാർജിനിൽ ചിട്ടി പോകുമ്പോൾ നിക്ഷേപകർക്കുള്ള വീതപ്പലിശയും കുറയുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിട്ടിയിൽ നിന്നും ലഭിച്ചേക്കാവുന്ന വീതപ്പലിശ എന്ന റിട്ടേൺ താരതമ്യേന വളരെ കുറവാണ്. അതത്ര ആകർഷകമൊന്നുമല്ല. ഇനി ചിട്ടി ഭയങ്കര ലാഭമാണ്, ഞാൻ ഒരുപാട് ലാഭം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അവര് മറ്റു ചില കാര്യങ്ങളാണ് ചിട്ടിയെ പറ്റി പറയാറുള്ളത്. ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ചിട്ടിയെ പറ്റി പറയുമ്പോഴെല്ലാം സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു സംഗതിയാണ് ചിട്ടി എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജഡ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ലോണിന് പകരക്കാരനായും ഒരു നിക്ഷേപ ഇടമായും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത്രേ ചിട്ടി. ചിട്ടിക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ലോണിന്റെ മുഖം, മറ്റൊന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്ന മുഖം. സംഗതി ശരിയാണ്. വ്യക്തമായ പ്ലാനിംഗ് ഉള്ള ഒരു വ്യക്തിക്ക് ലോൺ എടുക്കുന്നതിന് പകരമായിട്ട് ചിട്ടിയെ വളരെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുമുണ്ട്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ ചിട്ടികൾ അത്ര മികച്ച ഒരു സംഭവമൊന്നുമല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വീതപ്പലിശ അഥവാ ഡിവിഡൻഡ് എന്ന റിട്ടേൺ അത്ര ആകർഷകമൊന്നുമല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമായിട്ട് ചിട്ടിയെ സമീപിച്ചാൽ അത്ര വലിയ വിജയമാകണമെന്നൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് ഒരാൾ പറയുന്നത് കേട്ടു, ഞാൻ ചിട്ടിയിൽ ചേരാൻ വേണ്ടി പോവാണ്, ചിട്ടി പിടിക്കുന്നൊന്നുമില്ല, അവസാനമാകുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് എടുക്കാൻ വേണ്ടിയാണെന്ന്. പുള്ളിക്ക് ചിട്ടിയെ പറ്റി വലിയ അറിവില്ല എന്ന് എനിക്ക് തോന്നി. അത്തരം ചിന്താഗതിയുമായി ചിട്ടിയെ സമീപിക്കുമ്പോൾ വലിയ നേട്ടം ഉണ്ടാകുന്നില്ല. അതിന് പകരമായിട്ട് മറ്റ് ഏതെങ്കിലുമൊക്കെ നിക്ഷേപ ഇടങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നേട്ടം ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ വേറൊരു കാര്യമുണ്ട്. ചിട്ടിയെ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ സമീപിച്ച് വളരെ സ്മാർട്ടായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനും ആ കൂട്ടത്തിൽ പെട്ട ആളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അവര് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ചിട്ടിയിൽ ചേരുന്നു. ഇനി ചിട്ടിയുടെ കാലാവധി പകുതിയാകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മാസത്തെ ചിട്ടിയാണ് എങ്കിൽ അതൊരു 20 മാസം എത്തുന്നതിന് മുമ്പ് ഒരവസരം നോക്കിയിരുന്ന് കുറഞ്ഞ മാർജിനിൽ ചിട്ടി ലേലത്തിൽ വിളിച്ചെടുക്കുന്നു. എന്നിട്ട് ആ വിളിച്ച് കിട്ടിയ തുക ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിക്ഷേപിക്കുന്നു. അതിനുശേഷം അല്പം വലിയ തുകയുടെ ചിട്ടിയൊക്കെയാണ് എങ്കിൽ നിക്ഷേപിച്ച തുകയും വലുതായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പലിശ മാസം മാസം പിൻവലിച്ച് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ അല്ലെങ്കിൽ SIP രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു. ഇങ്ങനെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മികച്ച റിട്ടേൺ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ ഒരു അവസരം എല്ലാവരുടെയും മുമ്പിൽ ഇല്ല. ചിട്ടിയിലെ 40 അംഗങ്ങൾക്കും ഇത് സാധിക്കില്ല. ചിട്ടിയിലെ 40 അംഗങ്ങൾക്കും ലാഭകരമായി മികച്ച രീതിയിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ചിട്ടി പിടിച്ചെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതായത് ഇവിടെ ഒരു ഇനീക്വാളിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു മാസം ഒരാൾക്കേ ചിട്ടി കിട്ടൂ, 40ാമത്തെ മാസവും ഒരാൾക്ക് ചിട്ടി കിട്ടണം, 39ാമത്തെ മാസം മാത്രമേ വേറൊരാൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഇത്തരം അവസരങ്ങൾ ലഭിക്കുന്നില്ല. ഇനി ചിട്ടിയെ പറ്റി മറ്റൊരു കാര്യം വ്യാപകമായിട്ട് കേൾക്കുന്നത്, ഈ KSFന്റെ ഒക്കെ കേസിൽ KSFിലെ മുടക്കച്ചിട്ടികളിൽ ചേർന്ന് വളരെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സംഗതി ശരിയാണ്, ഇല്ലാതൊന്നും പറയുന്നില്ല. മുമ്പ് അതേപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മുടക്കച്ചിട്ടിയിൽ ചേർന്നിട്ടുമുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, മുടക്കച്ചിട്ടി എന്ന ഒരു പ്രൊഡക്റ്റ് ഒരു ചിട്ടി കമ്പനി ഇറക്കുന്നില്ല. ഒരു സാധാരണ ചിട്ടിയിൽ ചേർന്ന ഒരു വ്യക്തി കുറച്ചു കാലം കഴിയുമ്പോൾ ആ ചിട്ടിയിൽ നിന്ന് ഒഴിവായി പോകുന്നു. അങ്ങനെ ഒഴിവായി പോകുമ്പോൾ വരുന്ന ആ ചിട്ടി, ആ ഒഴിവ്, അതാണ് മുടക്കച്ചിട്ടിയായിട്ട് കൊടുക്കുക. ഇവിടുത്തെ കുഴപ്പം എന്താ? മുടക്കച്ചിട്ടി വേണമെന്ന് എല്ലാവരും അങ്ങോട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം കൊടുക്കാനുള്ള, അവർക്കെല്ലാം യോജിക്കുന്ന മുടക്കച്ചിട്ടി ഉണ്ടോ? ഇല്ല. മുടക്കച്ചിട്ടികൾ ചിലപ്പോൾ ലഭ്യമായി എന്ന് വരും, ചിലപ്പോൾ ലഭ്യമായില്ല എന്ന് വരും. അതായത് മുടക്കച്ചിട്ടി എന്ന ഒരു സംഗതിക്ക് വേണ്ടി നമുക്ക് അങ്ങനെ കാത്തിരിക്കാൻ വേണ്ടിയൊന്നും പറ്റില്ല. ഇവിടെയും ഒരു ഇനീക്വാളിറ്റി ഉണ്ട്, എല്ലാവർക്കും കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. ഇതിനെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്: ചിട്ടി എന്നത് ഒരു തട്ടിപ്പൊന്നുമല്ല, ചിട്ടിയിൽ ചേരുന്നത് മണ്ടത്തരവുമല്ല, ചിട്ടികൾ കാലഹരണപ്പെട്ട ഒരു സംവിധാനവുമല്ല. ലോണിന് പകരക്കാരനായിട്ട് വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റാണ് ചിട്ടി. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ചിട്ടിയെ സമീപിക്കുന്നവർക്ക് വലിയ നേട്ടമൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഉണ്ടാക്കുന്നവരുണ്ടാകാം, പക്ഷെ എല്ലാവർക്കും കിട്ടില്ല. അവിടെ ഒരു ഇനീക്വാളിറ്റി ഉണ്ട്.
ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശമെങ്കിൽ മറ്റ് ഏതെങ്കിലും നിക്ഷേപ ഇടങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.